ഹരേ കൃഷ്ണ. നിങ്ങളൊരു കൃഷ്ണഭക്തനാണോ? നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? ആരെങ്കിലുമൊക്കെ നിങ്ങളെ കളിയാക്കിയിട്ടുണ്ടോ? ഭക്തി കൂടിപ്പോയതിൻ്റെയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ തളർത്തുന്ന ധാരാളം അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായാലും ഒരിക്കലും നിങ്ങൾ തളരരുത്. ഭഗവാന്റെ തൃപ്പാദങ്ങൾ മുറുകെ പിടിക്കുക. എല്ലാ വിഷമഘട്ടങ്ങളിൽ നിന്നും ഭഗവാൻ പതുക്കെ കരകയറ്റുക തന്നെ ചെയ്യും. ആദ്യമൊക്കെ ഉണ്ടാവുന്ന പ്രയാസങ്ങളിൽ നിങ്ങൾ തളർന്നു പോയാലും പതുക്കെ നിങ്ങളുടെ മനസ്സ് ശക്തിയാർജിക്കാൻ തുടങ്ങും. കാരണം പല അനുഭവത്തിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങുന്നു ഭഗവാൻ കൂടെ ഉണ്ടെന്ന്, ആർക്കും നിങ്ങളെ തളർത്താനാവില്ല എന്ന്. ചെറിയ കാര്യങ്ങൾക്ക് പോലും വിഷമിക്കുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്ന നിങ്ങൾക്ക് പിന്നീട് എല്ലാം വളരെ നിസ്സാരമായി കാണാൻ സാധിക്കുന്നു. എപ്പോഴും മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, ഭഗവാൻ എന്നോടൊപ്പമുണ്ട്, ഭഗവാൻ എന്നോടൊപ്പമുണ്ട്, എന്നെ തളർത്താൻ ആർക്കും സാധിക്കില്ല എന്ന്. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാം ഭഗവാന്റെ കാരുണ്യമാണെന്ന് എപ്പോഴും ചിന്തിക്കണം. ഭഗവാൻ തരുന്ന സൗഭാഗ്യത്തിൽ ഒരിക്കലും അഹങ്കാരമോ ഗർവമോ പാടില്ല. ഞാൻ ചെയ്തു, ഞാൻ ഉണ്ടാക്കി, ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളെ ഭഗവാനിൽ നിന്നും അകറ്റും. ഈ ചിന്ത ഒരിക്കൽ പോലും മനസ്സിൽ വരരുത്. അവിടുത്തെ കാരുണ്യം കൊണ്ട് എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ സാധിച്ചു, അതിന് ഭഗവാനോട് നന്ദി പറയുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കിയവർക്കും നന്ദി പറയുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തിനാണ് പ്രയാസമുണ്ടാക്കിയവർക്ക് നന്ദി പറയുന്നത് എന്ന്. അതെ, നന്ദി പറയണം. അവർ തന്ന മോശം അനുഭവത്തിൽ കൂടെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ തെറ്റും ശരിയും മനസ്സിലായത്. അതിന് കാരണക്കാർ അവരാണ്. അവർ കാരണം നിങ്ങൾ ഭഗവാനിലേക്ക് കൂടുതൽ അടുത്തു. മാത്രമല്ല, ഒരു നല്ല മനുഷ്യന് വേണ്ട ഗുണങ്ങളും ദോഷങ്ങളും അവരിലൂടെ പഠിച്ചു. എങ്ങനെയാവണം ഒരു നല്ല മനുഷ്യനെന്ന് അവർ മനസ്സിലാക്കി തന്നു അല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകളെ മനസ്സിലാക്കാനും അവരെപ്പോലെയുള്ളവരിൽ നിന്ന് വിട്ടുനിൽക്കാനും ഒരിക്കലും അവരെപ്പോലെ ആവരുതെന്ന് പഠിക്കാനായതും. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ ആളുകളെയും അതേപോലെ എല്ലാ നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും ഭഗവാൻ അറിയാം. നിങ്ങൾ എങ്ങനെ എല്ലാം തരണം ചെയ്യുന്നു എന്ന് ഭഗവാൻ നോക്കിക്കാണുന്നു. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അങ്ങനെയുള്ളൊരു ഭക്തനാണെങ്കിൽ, എല്ലാ കാര്യത്തിലും ഭഗവാന്റെ ഇടപെടൽ ഉണ്ടാവും. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഭഗവാൻ നിങ്ങളെ രക്ഷിക്കും. മുജ്ജന്മ കർമ്മദോഷങ്ങൾ പോലും കുറച്ചു കൊണ്ടുവരാനാവും ഒരു ഭക്തന്. ഭഗവാന്റെ പ്രിയ ഭക്തർ മനസ്സിലാക്കേണ്ടത്, ഒരു ഭക്തൻ്റെ മനസ്സ് ദൃഢമാക്കാനാണ് ഭഗവാൻ പ്രയാസങ്ങൾ കൊടുക്കുന്നത്. നല്ലൊരു ഭക്തനായി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നങ്ങൾക്കോ ഒരു മനുഷ്യർക്കോ ആ ഭക്തനെ തളർത്താനാവില്ല. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.